history will be kinder to me. ഒരു മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അല്ലേ ഒരു മാപ്പ് മൻമോഹൻ സിംഗ് അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പം നമ്മൾ മുമ്പിൽ കാണുന്നത് എന്താ? അന്ന് നമ്മൾ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ കണ്ടെങ്കിൽ ഇന്ത്യയിലെ പരീക്ഷകളുടെ കുത്തഴിഞ്ഞ സംവിധാനം ചോദ്യം ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തണലില്ലാതെ അല്ലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും അതിൻ്റെ പൾസ് മനസ്സിലാകാതിരുന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷം എടുക്കുമ്പോൾ അങ്ങനെ കാര്യമായ ഒരു പ്രതിഷേധങ്ങൾക്കോ വെല്ലുവിളികൾക്കോ ഒന്നും ആകെ ഉണ്ടായിരുന്നൊരു കർഷക സമരമായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പോലും മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നേടുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാനായി പോകുന്ന കാഴ്ച വരെ നമ്മൾ പലപ്പോഴും കാണുന്നു. 15 വർഷം നീണ്ട കോൺഗ്രസ് ഭരണത്തിനെ ചെറുതായിട്ടൊന്നുമല്ല താഴെയിട്ടത്. ഒരു പ്രതിഷേധത്തിനോ പ്രക്ഷോഭത്തിന് മുമ്പിൽ മോദി സർക്കാർ മുട്ടുകുത്തുന്ന ചരിത്രത്തിലെ ദിവസവും സംഭവമായിരുന്നു. ആ പഴയകാലം ഞങ്ങൾക്ക് തിരിച്ചു തരൂ, അല്ലെ മോശം കാലം തിരിച്ചു തരൂ എന്ന് ഒരു പോസ്റ്ററുമായിട്ട് ഈ യുവസമൂഹം നിൽക്കുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആലോചിക്കും. പാർട്ടികളുടെ കീഴിൽ ഇന്ത്യയിലെ യുവസമൂഹം ജാതി മത വ്യത്യാസങ്ങളെല്ലാം മറന്നു വെച്ച് അണിചേരുന്നതൊക്കെ ചെയ്യുന്നു. 4,32,000 കോടിയുടെ അഴിമതി ആരോപണങ്ങൾ, അതിൽ 1,86,000 കോടിയുടെ കൽക്കരി കുംഭകോണം, 1,76,000 കോടിയുടെ 2G അഴിമതി കേസ്, പിന്നീട് 70,000 കോടിയുടെ കോമൺവെൽത്ത് അഴിമതി, UPA സർക്കാരിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും പതനത്തിന് വഴിയൊരുക്കിയ ആ വലിയ അഴിമതി ആരോപണങ്ങളുടെ കാലം. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ അഴിമതിക്കെതിരായിട്ടൊരു വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാകുകയും നിർഭയ കേസിനെ തുടർന്ന് ഡൽഹിയിൽ അലയടിച്ച പ്രക്ഷോഭം, അതിനെ തുടർന്ന് AAP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം ഒക്കെ കണ്ട കാലം. അന്ന് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവായി ആ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ജനം പിന്നീട് വോട്ട് ചെയ്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 2014 കാലഘട്ടം. വിപിനത്തിനറിയാം, അന്ന് ആ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ അന്ന് ഏകദേശം 100ഓളം മാധ്യമപ്രവർത്തകരെ ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിൽ, അതായത് നമ്മൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന അവസാനത്തെ വാർത്താ സമ്മേളനമാണ് 2014 ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയതിലും ഏറ്റവും പ്രസക്തമായ കാര്യമെന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരുടെ വിമർശനങ്ങളും പ്രതിപക്ഷത്തിന് ഞാനൊരു ദുർബലനായ പ്രധാനമന്ത്രിയാണെന്നും മൗനി ബാബയാണെന്നും അല്ലെങ്കിൽ UPA ചെയർപേഴ്സൻ്റെ പിൻസീറ്റ് ഡ്രൈവിങ്ങിന് വിധേയനായ പ്രധാനമന്ത്രിയാണെന്നും ഒരു കഴിവ് കെട്ടവനാണെന്നുള്ള ആരോപണങ്ങൾക്കും എല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്, കാലം എന്നെ അങ്ങനെ ആവില്ല വിലയിരുത്തുക എന്നാണ്. ശരിക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മൻമോഹൻ സിംഗിനോട് കാലത്തിനൊപ്പം അന്ന് വിമർശിച്ചവരെങ്കിലും ഒരു കുറഞ്ഞ വർഷം ഒരു മാപ്പ് അല്ലെ ഒരു ഖേദപ്രകടനമെങ്കിലും പറയേണ്ടതല്ലേ എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും മൻമോഹൻ സിംഗിനോട് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ഈ മെയിൻ സ്ട്രീം മീഡിയ അടക്കം ആരും അതിന് വേണ്ട പോലെ കൈകാര്യം ചെയ്തു പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൻമോഹൻ സിംഗ് നമ്മുടെ ആധുനിക ഇന്ത്യയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥാനം ഉള്ള പ്രധാനമന്ത്രിയാണ്. അതിനു മുന്നേ ധനമന്ത്രിയായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. 1991 നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് PV നരസിംഹറാവു സർക്കാരിൽ ഒരു ധനമന്ത്രി അന്വേഷിച്ച് നടന്ന് ട്രാക്ക് റെക്കോർഡ് നോക്കി ഒരാളെ, അതായത് രാഷ്ട്രീയ പരിചയത്തിലുപരി ഒരു എക്കണോമിക്സുമായി അത്രയും അടുത്ത് ഇടപഴകുന്ന ഒരാളെ കണ്ടെത്തിയത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അന്ന് മുതൽ നമ്മൾ കേട്ടുപോകുന്നിരുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റുമായിട്ട്, അതായത് വിപണിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ധനമന്ത്രി എന്നായിരുന്നു. ജനങ്ങളെക്കാൾ വിപണിയെ സ്നേഹിക്കുന്ന ഒരു ധനമന്ത്രി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ആ സമയം മുതലാണ് ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്ന് ചുരുക്കി പറയുന്ന ആ റെവല്യൂഷനൊക്കെ തുടങ്ങുന്നൊരു കാലത്ത് നമുക്ക് വേണമെങ്കിൽ അതിന് മുന്നും അതിന് ശേഷമെന്ന് നമുക്ക് ഇന്ത്യയെ വിലയിരുത്താം. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ, NDA 3 ടേം കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ നമുക്കിപ്പോൾ വിപണി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശങ്കിക്കും, എന്തിനാ അങ്ങനെ പറയുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നില്ല. 91 നമുക്കറിയാം, അന്ന് രാജീവ് ഗാന്ധിയുടെ തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ ദാരുണമായ അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അതിനെ തുടർന്നുണ്ടായ, അതായത് മൊത്തം പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത് അതിനെ മൊത്തം തകിടം മറിക്കുന്ന രീതിയിൽ ആ വലിയ സംഭവം ഒരു സഹതാപതരംഗമായി ആഞ്ഞുവീശുകയും കോൺഗ്രസിന് ഭരണം കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഇപ്പോഴാണ് തികച്ചും നമുക്കറിയാം ആന്ധ്രയിൽ നിന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതും. അന്ന് ഇപ്പം വിപിനത്ത് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ, അന്ന് അതിന് മുമ്പ് ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു മൻമോഹൻ സിംഗ്, ഒരു ടൈം റിസർവ് ബാങ്കിൻ്റെ ഗവർണറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയിലെ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ നല്ല പേരും പെരുമയും ഉണ്ടായിരുന്ന നേതാവായിരുന്നു. പക്ഷേ അന്നേരം പോലും ആദ്യമേ
മൻമോഹൻ സിംഗിന് മുമ്പുണ്ടായിരുന്ന മറ്റൊരു RBI ഗവർണർ IG പട്ടേലിൻ്റെ പേരാണ് ആദ്യം ശരിക്കും ഈ ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഇന്ന് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന PC അലക്സാണ്ടർ ആദ്യം നിർദ്ദേശ പേരും അതായിരുന്നു. പക്ഷേ അദ്ദേഹം അന്നത്തെ ഒരു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഇന്ത്യ തകർന്ന് പരിതാപകരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നോ പറയും. അങ്ങനെ രണ്ടാമത് വരുന്ന ഓപ്ഷനാണ് മൻമോഹൻ സിംഗിൻ്റെ പേര്. ഇപ്പം മൻമോഹൻ സിംഗ് എവിടെയെന്ന് അന്വേഷിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വരുമ്പോൾ അദ്ദേഹം UGCയിലെ തൻ്റെ ദൗത്യത്തിലാണ്. താങ്കൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ UGCയിലാണ്. അപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി അന്ന് മൻമോഹൻ സിംഗ് വേഷം മാറി എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി വരൂ എന്നാണ് അന്ന് നരസിംഹറാവു പറയുന്നത്. ഈ മൻമോഹൻ സിംഗ് തന്നെ അനുസ്മരിക്കുന്നു. അപ്പം ചരിത്രത്തിൽ മറ്റൊന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിനോട് ഈ പറഞ്ഞ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം പോലും നമുക്കറിയാം, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യം ഉയർന്നപ്പം മൻമോഹൻ സിംഗ് പറഞ്ഞു, ഐ ആം നോട്ട് ഓൺലി ആൻ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ബട്ട് ഓൾസോ ആൻ ആക്സിഡൻ്റൽ ഫിനാൻസ് മിനിസ്റ്റർ എന്നുകൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ കൗതുകം കൂടെ. പിന്നെ വിമുനത്ത് അത് കണ്ടിന്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഗ്ലോബലൈസ്ഡ് എക്കണോമിയിലേക്ക് ഇന്ത്യ വരുന്നൊരു ഷിഫ്റ്റ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം $100 കോടി മാത്രം വിദേശ നാണയ കരുതൽ ശേഖരമുള്ളൂ. ഏത് നിമിഷവും നമ്മളൊരു തകർന്നു പോകുന്ന അവസ്ഥയിൽ ഓപ്ഷൻ ഇല്ലാതെയാണ് മൻമോഹൻ സിംഗ് അങ്ങനെ എക്കണോമി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. വിദേശ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയുടെ വിപണി തുറന്നു കൊടുത്തു എന്നുള്ളതായിരുന്നു അന്നത്തെ ഇടതുപക്ഷം അടക്കം എല്ലാവരും പറഞ്ഞിരുന്ന പ്രധാന വിമർശനം അതായിരുന്നു. പിന്നീട് ആ ടൈമിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആവുന്നു 2004. പ്രതീക്ഷിക്കാതെ തന്നെയാണ്, ശരിയാണ്, പ്രതീക്ഷിക്കാതെ തന്നെയാണ് മൻമോഹൻ സിംഗ് വരുന്നത്. അന്നും ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരാളെ എങ്ങനെ പ്രധാനമന്ത്രിയാക്കും എന്നുള്ളൊരു ചോദ്യമൊന്നും ഉയർന്നിരുന്നു. പക്ഷേ ഇന്ത്യയുടെ അന്നത്തെ ഒരു സാമ്പത്തികാവസ്ഥയും എല്ലാം വെച്ച് നോക്കുമ്പോൾ മൻമോഹൻ സിംഗിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ ഒരു വ്യത്യസ്തനായ ഒരു പ്രധാനമന്ത്രിയാണ്. ഭരിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ എല്ലാ നാനാമണ്ഡലങ്ങളിലും പുള്ളി ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വിപണിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ എന്ന ഇമേജിൽ നിന്നും മാറിയിട്ട് തന്നെ നമുക്കറിയാം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്, അതടക്കം ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പ്രധാനമന്ത്രി കൂടിയാണ്. ഇപ്പം പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ മൗനി ബാബ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഇമേജ് ഇടിച്ചു താഴ്ത്തുന്ന, അദ്ദേഹത്തെ അങ്ങനെ പരിഹസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു ട്രെൻഡാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലൊക്കെ കണ്ടതാണ്. പക്ഷേ മൗനി ബാബ എന്ന് നമ്മൾ പറഞ്ഞ് പരിഹസിച്ചെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. 2007 2009 തോന്നുന്നു, നക്സലുകളെക്കുറിച്ച് മൻമോഹൻ സിംഗ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. നമ്മുടെ വ്യവസ്ഥിതി അവരോട് നീതി കാട്ടുന്നില്ലെന്ന് അവർക്ക് തോന്നിയേക്കാം എന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. വല്ലപ്പോഴും പറയുന്നതാണെങ്കിൽ പോലും അത് വളരെ ശക്തമായ വാചകം പ്രസക്തമാണ്. അതെ. NDA സർക്കാർ വന്നതിന് ശേഷം നോട്ട് നിരോധനം വരുന്നു. നോട്ട് നിരോധനം വന്നപ്പം പറഞ്ഞത് സംഘടിത കൊള്ള എന്നാണ്. ആ വാക്ക് അത്രത്തോളം ഇന്ത്യ ശ്രദ്ധിച്ച മറ്റൊരു വാക്കുമില്ല. അതെ. നിയമവിധേയമായ പിടിച്ചുപറി അല്ലെങ്കിൽ കവർച്ച എന്നാണ് പുള്ളി അതിനെ ഉദ്ദേശിച്ചത്. മൗനി ബാബ എന്ന് പറയെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇത്രയും കാലത്തിനുള്ളിൽ എത്ര പ്രസ് കോൺഫറൻസ് നടത്തി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് 100-ലേറെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് 100-ലേറെ അൺസ്ക്രിപ്റ്റഡ് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ആ അൺസ്ക്രിപ്റ്റഡ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തമായിട്ട് സംസാരിച്ചതാണ്, മുൻകൂട്ടി തയ്യാറാക്കി എഴുതി കൊണ്ടുവന്ന് വായിക്കുകയല്ല. അദ്ദേഹം ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം വിനുത്ത് പറഞ്ഞതിൽ ഒരു പോയിൻ്റ് ആലോചിച്ച് നോക്കി. ആ മോണുമെൻ്റൽ മിസ്മാനേജ്മെൻറ്റ് ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് നോട്ട് നിരോധനത്തെ 2016 പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. അന്ന് പാർലമെൻറ്റിൽ പോലും പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ അത് വന്നതോടെയാണ് ഈ തീരുമാനം ഉചിതമായിരുന്നോ എന്നൊരു തോന്നൽ പോലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനത്തിന് നമുക്കറിയാം. കാരണം അന്ന് ഏകപക്ഷീയമായി നോട്ട് നിരോധിക്കുന്നു. അന്ന് പറഞ്ഞിരുന്ന വാദം എന്ന് പറയുന്നത് കള്ളപ്പണം ഇല്ലാതാക്കാനായിട്ട് ഒരു രാത്രി കൊണ്ട് നോട്ട് നിരോധിച്ച തീരുമാനം എന്നായിരുന്നു. അന്ന് പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ പെട്രോൾ 50 രൂപയ്ക്ക് കിട്ടാൻ പോകുന്നു. അങ്ങനെ പലവിധ വാഗ്ദാനങ്ങൾ പല കോണിൽ നിന്ന് കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ആ മൻമോഹൻ സിംഗ് പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നറിയാനായിട്ട് ഈ 2000-ൻ്റെ നോട്ടുകൾ തിരിച്ചെത്തിയതിൻ്റെ കണക്കെടുക്കുമ്പോൾ 99.9% നോട്ടുകളും തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം ബാലിശമായ ഒരു വാദമാണെന്നും
മൻമോഹൻ സിംഗ് പറഞ്ഞത് എല്ലാ അർത്ഥത്തിനും ശരിയാണ്. കാരണം ജനം ക്യൂവിൽ നിന്ന് നോട്ടുകൾ മാറിയെടുക്കാനായി ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ട ഒരു കാഴ്ച ഇന്ത്യ പോലൊരു രാജ്യത്ത് ചെയ്യേണ്ടിയിരുന്നോ എന്ന് പോലും പിന്നീട് നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെയായിരുന്നു. കാരണം മൻമോഹൻ സിംഗ് അത്രയും മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇത് അന്ന് പറഞ്ഞ മറ്റൊരു ന്യായീകരണം, ഇന്നല്ലെങ്കിൽ പിന്നീടെങ്കിലും അതിനൊരു ഗുണം കാണുന്ന, അപ്പം ഭാവിയിൽ ഗുണം, ആ ഭാവിയിൽ നമ്മൾ ജീവിച്ചിരിക്കില്ല എന്ന് അന്നൊരു കമൻറ്റ് വന്നിരുന്നു. അല്ല, പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് നമ്മളെ സ്വിച്ച് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് അതാണ്. അത് വേറൊരർത്ഥത്തിൽ ഒരു വലിയ പരിഷ്കാരമായി ഇന്ത്യൻ എക്കണോമിയിൽ മാറി എന്നുള്ളതും വസ്തുതയാണ്. മൻമോഹൻ സിംഗിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മളതിനു മുമ്പ് പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയുടെ ഒരു കാർഷിക വികസനത്തിലേക്കും മുന്നേറ്റത്തിലേക്കും നയിച്ചതിലൊരു നാഴികക്കല്ലുകളായിട്ട് എല്ലാ കാലത്തും വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ 91 ധീരമായ പ്രഖ്യാപനം, വിപണി തുറന്നു കൊടുക്കുന്ന ആ ചരിത്രപരമായ തീരുമാനത്തെ തുടക്കകാലത്ത് വിമർശിച്ചവരും പിന്നീട് എന്താ പറയുക, ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ സഞ്ചരിക്കാൻ പഠിക്കുകയും അതിന് ആ മത്സരക്ഷമതയിൽ വിജയിക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. രണ്ട് കാലഘട്ടം, 91 സാമ്പത്തിക തകർച്ച അഭിമുഖീകരിച്ച്, അതായത് ഏകദേശം അന്നത്തെ കാലത്ത് $200 കോടി വായ്പ കിട്ടാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പല എക്കണോമിസ്റ്റുകളുടെ ഉപദേശം തേടി മൻമോഹൻ സിംഗ് ഇതല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ എക്കണോമി തുറന്നു കൊടുക്കുന്നത്. കയറ്റുമതി സബ്സിഡികൾ എടുത്തു കളയുകയും ഇറക്കുമതിക്കുണ്ടായിരുന്ന നികുതികൾ ഗണ്യമായി കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിപണി തുറന്നു കൊടുക്കും. അവിടെ നിന്ന് പോന്ന് നമ്മൾ 2004 കഴിഞ്ഞ് 2008 എത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടം. ആ റിസഷൻ വരുന്നത് നമുക്കറിയാം. ലോകം മുഴുവൻ സാമ്പത്തിക തകർച്ച നേരിട്ട് ആഗോള കമ്പനികൾ നിന്ന നിപ്പിൽ കൂപ്പുകുത്തുന്നതും ഓഹരി വിപണികൾ നിലം പൊത്തുന്നതുമാണെന്ന വലിയ കാഴ്ചകൾ. എന്ത് ചെയ്യണമെന്നറിയാൻ നട്ടം തിരിഞ്ഞു പോയ ഒരു ഘട്ടത്തിൽ അന്നും ഇന്ത്യ പിടിച്ചു നിന്നു. അന്ന് ഇന്ത്യ പിടിച്ചു നിന്നു പറയുമ്പോൾ ഈ വിപണിയിലേക്ക് തുറന്നു കൊടുത്ത, അതിനനുസരിച്ച് ഇന്ത്യൻ കമ്പനികൾ ഇൻ്റർനാഷണൽ കമ്പനികളോട് മത്സരിക്കാൻ പര്യാപ്തമായി വളർന്ന ആ കാലത്താണ് പല അന്താരാഷ്ട്ര ബ്രാൻഡുകളും തകർന്നപ്പോൾ ആ അന്താരാഷ്ട്ര ബ്രാൻഡുകളെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾ വളരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടത് ഈ 2008 കാലത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 91 തകർച്ചയും 2008 രണ്ട് തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരകയറ്റുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചതും മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും ഏറ്റവും ഉചിതമായ സെലക്ഷനായിരുന്നു എന്ന് ചരിത്രം ശരിക്കും വിലയിരുത്തേണ്ടതാണ്. ഈ രണ്ട് കാര്യത്തിലും നമുക്കറിയാം. 2004 സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത എല്ലാവരും കൽപ്പിക്കപ്പെടുന്നതാണ്. വിദേശ പൗരത്വ വിഷയം ഉയരുന്നതും ബിംബത്തിനറിയാം. അന്നത്തെ സുഷമ സ്വരാജിൻ്റെ പ്രസ്താവനയും അതിനെ തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത പല രാഷ്ട്രീയ നേതാക്കളുടെ ഒരു യാതൊരു പഞ്ഞവുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിൽ അത്ര രാഷ്ട്രീയക്കാരനായി ഏറെക്കുറെ അല്ലാതിരുന്ന മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. ഒന്നാം ടൈം നമുക്കറിയാം. അന്ന് ശരിക്കും കോൺഗ്രസിൽ 145 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. 63 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ പിന്തുണയിലാണ് ഒന്നാം UPA സർക്കാർ. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു കോടിക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവെച്ച്. ഇന്നും ആ പദ്ധതി പോലും വെട്ടിമുറിച്ച് മറ്റൊരു രീതിയിലാക്കി പിബ്ജി റാംജി എന്ന രീതിയിലായി ആ തൊഴിൽ ദിനങ്ങൾ പോലും കുറയുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു കാലം. അന്ന് അത് കഴിഞ്ഞ് രണ്ടാമത് ഈ 1ഉം 2ഉം മൻമോഹൻ സിംഗിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ നിയമമായിക്കോട്ടെ, വനാവകാശ നിയമമായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 6 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു നിയമമാക്കി അതിലേക്ക് എത്തിച്ചു. പിന്നീട് നമ്മൾ ആധാർ കണ്ടു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു വിപ്ലവകരമായ ഭരണകർത്താവായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ആ 10 വർഷത്തെ കാലഘട്ടം. കർഷകർക്ക് വേണ്ടിയുള്ള അതെ എല്ലാം, കാർഷിക ഘടകങ്ങൾ എഴുത്തള്ളതായിട്ട് എല്ലാം. അപ്പം മൻമോഹൻ സിംഗ് എപ്പോഴും പറയുന്നത് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുന്നതിൽ ഉണ്ടാകാവുന്ന വീഴ്ചകൾ സ്വാഭാവികമാണ്. പല ചെറിയ കക്ഷികളുടെ താല്പര്യങ്ങളും കൂടെ സംരക്ഷിക്കപ്പെടേണ്ടി വരുമ്പോൾ ഒരു സർക്കാരിന് ഏകപക്ഷീയമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഇപ്പോൾ പറയാൻ വന്ന ആണവ കരാർ ഇന്ത്യ ഒപ്പിടാനായിട്ട് തീരുമാനിക്കുന്ന ആ തീരുമാനത്തെ ചൊല്ലിയാണ് ഇടതുപക്ഷം സർക്കാരിന് പിന്തുണ പിൻവലിക്കുന്നതും അത് പിന്നീട് ഒരു വലിയ ആരോപണത്തിലേക്ക് എത്താനും ഒക്കെ വഴിതെളിഞ്ഞ് നമുക്കറിയാം. പക്ഷേ ഈ 3 അഴിമതി ആരോപണങ്ങൾ അന്ന് കൽക്കരി കുംഭകോണം, നമുക്കറിയാം. കൽക്കരി കുംഭകോണത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഓപ്ഷൻ നമുക്കറിയാം, ലേലത്തിലൂടെ അല്ലാതെ അന്ന് കരാർ കൊടുത്തു എന്നുള്ളതും പ്രൈവറ്റ് പാർട്ടികൾക്ക് എൻട്രി ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തതൊക്കെയാണെന്ന് തുടക്കം. അതിനൊപ്പം 2G കേസ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ സ്പെക്ട്രം അനുവദിക്കുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ആദ്യം എന്നുള്ളതായിരുന്നു അന്ന് UPA സർക്കാരിൻ്റെ നയം. അത് പാടില്ല,
ലേലത്തിലൂടെ മാത്രമേ സ്പെക്ട്രം ലൈസൻസ് അനുവദിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് കോടതി ആ ലൈസൻസുകൾ ഒന്നാകെ 122 ലൈസൻസ് കണ്ടു ഒന്നിച്ച് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ 1,76,000 കോടിയുടെ 2G കുംഭകോണം എന്ന് പറയുന്നത് തന്നെ. അത് ലേലം ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഖജനാവിന് കിട്ടുമായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് 1,76,000 കോടിയുടെ കുംഭകോണമായി അതിനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. അത് ശരിക്കും നമുക്കറിയാം, അന്നത്തെ CAG ആയിരുന്ന വിനോദ് റായിയുടെ CAG റിപ്പോർട്ടുകളാണ് ശരിക്കും കൽക്കരി കുംഭകോണം ആയിക്കോട്ടെ 2G കേസ് ആയിക്കോട്ടെ. അതിനിടയ്ക്ക് 2010 കോമൺവെൽത്ത് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഏകദേശം 70,000 കോടി, അന്ന് സുരേഷ് കൽമാടി ആയിരുന്നു കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ എതിരെയായിരുന്നു ആരോപണങ്ങൾ മുഴുവൻ. ഈ പറയുന്ന പോലെ വിദേശ കമ്പനികളുമായിട്ട് കരാർ ഒപ്പിട്ടതിൽ കൈക്കൂലി വാങ്ങി അങ്ങനത്തെ. പക്ഷേ ഈ കേസുകളെല്ലാം അവസാനിക്കുന്നു. ആ അഴിമതി ആരോപണങ്ങൾ ഇന്ന് അത് തീർന്നു. പക്ഷേ അന്ന് അത്രയധികം വലിയൊരു എന്താ പറയുക, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ എന്നുള്ള പ്രതീതിയിലായിരുന്നു. അപ്പോഴാണ് വിവിധത്തിൽ നമുക്കറിയാം ലോകവ്യാപകമായി ഈ ആ ഒരു സാഹചര്യം ഇന്ത്യയിലും വരുമായിരുന്നു. മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കണ്ട പോലത്തെ ഒരു വലിയ വിപ്ലവത്തിലേക്കൊന്നും പോയില്ലെങ്കിലും അതിൻ്റെ അലയൊലികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അറബ് വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വിവരണത്തിൽ തുടർന്നിരുന്ന പഴയ ഏകാധിപതികളെല്ലാവരെയും ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ താഴെയിടുകയും പതനം നമ്മൾ കണ്ടു. ആ സമയത്താണ് ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രധാനമായും ഈ 2G കേസും 2G സ്പെക്ട്രം കേസും കോമൺവെൽത്തും കൽക്കരിപ്പാടവും എല്ലാം വരുന്ന ആ സമയത്താണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ മൊബിലൈസ് ചെയ്തത് പിന്നീട് നമ്മൾ പല ആരോപണങ്ങൾ കേട്ടെങ്കിലും നമ്മൾ ഈ അർബൻ യൂത്ത് എന്നൊക്കെ പറയുന്ന, അതായത് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന, പൊതു രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും വ്യക്തമായ രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കുന്ന ജനവിഭാഗം അവരെ ഉൾപ്പെടുത്തി നടത്തിയ പല ക്യാമ്പയിനുകളുമായിരുന്നു അതിൻ്റെ ഒരു പാർട്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ഒരു സന്നദ്ധ സംഘടന എന്ന് പറയാം. അവർ ഓപ്പറേറ്റ് ചെയ്തത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളിലെ സന്നദ്ധ സംഘടന പോലെ ആയിരുന്നില്ല. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം ഉണ്ടായിരുന്നു. അതുവഴി ഇന്ത്യൻ രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണരംഗം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും സത്യമായിരുന്നു അഴിമതിയുടെ കഥകളാണ്. അതെ, ഈ അഴിമതി കഥകൾ വരുന്നു. നമുക്ക് അതിനെതിരെ ഒത്തുചേരണം, ഒരു ക്യാമ്പയിൻ തുടങ്ങുകയും എല്ലാം ചെയ്തു. നിർഭയ കേസും കൂടെ വരുന്നു. അണ്ണാ ഹസാരെ നേതൃത്വത്തിൽ അറിയാം, നമ്മുടെ ലോക്പാൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. അപ്പം സർക്കാർ പറയുന്നത് പോലെയല്ല, ജനങ്ങൾക്ക് കൂടെ സ്വീകാര്യമായ തരത്തിൽ ജനലോക്പാൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഡൽഹിയിൽ സമരം തുടങ്ങുന്നത്, അണ്ണാ ഹസാരെ സമരം തുടങ്ങുന്നത്. കൂടെ ഉണ്ടായിരുന്നത് കിരൺ ബേദി, അരവിന്ദ് കെജ്രിവാൾ, പിന്നെ പ്രശാന്ത് ഭൂഷൺ, ഇതുപോലത്തെ പ്രമുഖരായ ആളുകളായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെവിടെയും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ വരുന്നു, പ്രക്ഷോഭങ്ങൾ വരുന്നു, ക്യാമ്പയിൻ വരുന്നു. ഇതെല്ലാം കൂടെ ചെന്നെത്തുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക എന്നുള്ള ഒരു കാര്യത്തിലേക്കായിരുന്നു. അവിടെ വന്ന വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ പിന്നീട് അണ്ണാ ഹസാരെ വീണ്ടും സമരം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയും തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അത് ഇന്ത്യ മുഴുവൻ ആളിക്കെത്തിയ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കാണ് പോയത്. അതിലും പങ്കെടുത്തത് രാഷ്ട്രീയ കക്ഷികളെക്കാൾ ഉപരി ഈ ഞാൻ നേരത്തെ പറഞ്ഞ അർബൻ യൂത്ത് കൂടുതൽ പ്രാമുഖ്യമുള്ള അങ്ങനെ ഒരു വലിയ വിഭാഗമായിരുന്നു. അവരെ ചാനലൈസ് ചെയ്തത് ഈ സോഷ്യൽ മീഡിയ ആയിരുന്നു. അതേസമയത്ത് നമ്മുടെ ചാനൽ റേറ്റിംഗ് അറിയാലോ, ചാനലുകൾ റേറ്റിംഗ് കൂട്ടാനാണ് എന്ന് പല വാർത്തകളും ഫുൾ ടൈം, അപ്പോൾ അതിനത്രയും കവറേജും കിട്ടി. ഈ ഒരു സർക്കിളിലായിരുന്നു ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം മൻമോഹൻ സിംഗ് സർക്കാരിനെ വലിയ തോതിൽ ബാധിച്ച അതിൽ ആ പറഞ്ഞ മൻമോഹൻ സിംഗിനെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ആ സമരകാലം, അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നറേറ്റീവ് ആയിരുന്നോ എന്ന് പോലും സംശയിക്കാവുന്ന ഒരു സംഗതിയുണ്ട്. കാരണം ഈ 2G കേസിൽ അന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന രാജ പിന്നീട് ആ കേസിൽ നിന്ന് മുക്തനായി ജയിലിൽ നിന്നൊക്കെ പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ശരിക്കും വിനോദ് റായി പോലും ഒരു ടൂളായി ഉപയോഗിക്കപ്പെടുകയായിരുന്നു. രാഷ്ട്രീയ ആരോപണമായിരിക്കും, അതിനൊരിക്കലും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ 2 CAG റിപ്പോർട്ടുകൾ ആണ് ശരിക്കും ഇവരെ പ്രതിസന്ധിയിലാക്കിയത്. ഇപ്പം വിനോദ് പറഞ്ഞ പോലെ പിന്നീട് നമ്മൾ ഈ ലോക്പാൽ എവിടെത്തി, അല്ലെങ്കിൽ അതിന് ശേഷം 2014 ശേഷം ഈ
CAG റിപ്പോർട്ട് എന്ന് പറയുന്നത് എവിടെ, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് എവിടെ? നമ്മളിതൊന്നും ആ രീതി ചർച്ച ചെയ്യുന്നോ ഏറ്റെടുക്കുന്നോ ഒന്നും കാണുന്നില്ല. അവിടെ മുതൽ ആ കാലഘട്ടത്തിൽ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വിവരാവകാശ നിയമം അടക്കം നടപ്പിലാക്കിയത് കൊണ്ട് നമുക്ക് വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്കായാലും കിട്ടുമായിരുന്നു. മാധ്യമപ്രവർത്തകർ സർക്കാരിനെ വിമർശിക്കാൻ മടി കാണിക്കാത്തൊരു കാലഘട്ടമായിരുന്നു, രൂക്ഷമായി വിമർശിക്കുന്നത്. അതിലൊന്നും ഒരു കുറവുണ്ടായില്ല. പക്ഷേ പിന്നീട് മീഡിയ പോലും മറ്റൊരു രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് 2014 മുതൽ ഇങ്ങോട്ട് കണ്ടത്. അവിടെ നമ്മൾ കാണുമ്പോൾ എന്താ, ഒരു ദുർബലനായ പ്രധാനമന്ത്രിയെ മാറി ഒരു ഇന്ത്യയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ കരുത്തുറ്റ ഭരണാധികാരിയായ മോദിയുടെ ഒരു വരവ്, കാരണം അങ്ങനെ ഒരാളെ സ്വാഭാവികമായിട്ട് ജനം ആഗ്രഹിച്ചു. കാരണം നമുക്ക് അന്നേരം ഉണ്ടായിരുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞാൽ പല കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഈ അഴിമതിക്കെല്ലാം കാഴ്ചക്കാരനായി നോക്കി നിന്നു. അഴിമതിയിൽ കൽക്കരി കേസിലെ തന്നെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൽക്കരി ലൈസൻസുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ആദ്യത്തെ ആ ജഡ്ജ് പോലും ആ രീതിയിലേക്കാണ് വാദം കേട്ട് തീരുമാനത്തിലെത്തിയത്. പിന്നീട് CBI പോലും മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം 2 തവണ CBIയെ കൊണ്ട് ഈ കേസ് നമുക്കറിയാം. പിന്നീട് ഈ CBI, ED, ആദായ നികുതി എൻഫോഴ്സ്മെൻറ്റ് ഒക്കെ എങ്ങനെയാണ് പിന്നീട് പ്രവർത്തിച്ചു വന്നതെന്നും അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നൊക്കെ വലിയ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ട. CBI 2 തവണ അന്വേഷിച്ചിട്ട് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് മൻമോഹൻ സിംഗിന് ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവുമില്ലെന്നും ഒരു ഇറഗുലാരിറ്റി അതിനകത്ത് ഇല്ലയെന്ന് കണ്ട് ഫൈനൽ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ സെഷൻസ് ജഡ്ജി അത് നിരാകരിക്കുകയും വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി 2 ആഴ്ച മുമ്പ് വിധി പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ ജഡ്ജിയുടെ തീരുമാനം ഈ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കാതിരിക്കാൻ മതിയായ ഒരു കാരണവുമില്ലാതെയാണ് അത് നിരാകരിച്ചെന്നുള്ളത്. അപ്പോൾ ആ വിധിന്യായം പോലും സംശയത്തിലാക്കുന്നതാണ്. ആ രീതിയിലാണ് പിന്നീടത്തൊരു മാറ്റം. നമ്മൾ ഈ ലോക്പാലിൻ്റെ ചരിത്രം പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇലക്ട്രൽ ബോണ്ടുകൾ വന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ മുമ്പത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് പാർട്ടികൾ കൊടുക്കുന്ന സംഭാവന നമ്മളെപ്പോഴും വാർത്തയാകും, ഇത്ര കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ കൊടുക്കുന്ന പൈസയുടെ കണക്ക് ഇവിടെയും വേണ്ട, വിവരാവകാശം വഴി കിട്ടില്ല, ഒരു രീതിയിലില്ല. അന്നൊരു പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷം എടുക്കുമ്പോൾ അങ്ങനെ കാര്യമായ ഒരു പ്രതിഷേധങ്ങൾക്കോ വെല്ലുവിളികൾക്കോ ഒന്നും, ആകെ ഉണ്ടായിരുന്നൊരു കർഷക സമരമായിരുന്നു. നമുക്കറിയാം, ഡൽഹി ഹരിയാന ബോർഡറിൽ ദിവസങ്ങളോളം നടന്ന സമരങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവരോട് നിരുപാധികം ക്ഷമ ചോദിച്ച് പ്രധാനമന്ത്രി കീഴടങ്ങുന്ന ഒരു കാഴ്ച മാത്രമുണ്ട്. അതിൽ പോലും രാഷ്ട്രീയമായി അങ്ങനെ ഒരു വലിയൊരു നഷ്ടം ഉണ്ടായില്ല. കാരണം പഞ്ചാബിൽ അല്ലെങ്കിൽ തന്നെ BJP അങ്ങനെ ഒരു ഫോഴ്സ് ആയിരുന്നില്ല. പക്ഷേ UP അടക്കമുള്ള എല്ലാ സ്റ്റേറ്റിലും വീണ്ടും ഭരണം പിടിക്കാൻ പറ്റി. പക്ഷേ ആ 12 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2014 മുതൽ 2026 വരെ ആകെ MJ അക്ബർ എന്ന് പറയുന്നൊരു മന്ത്രി, അതും മീറ്റു ആരോപണത്തിൽ കുടുങ്ങി. അത് രാഷ്ട്രീയ വെല്ലുവിളിയല്ല, അത് ആരോപണം ഉയർന്ന ആ സമയത്ത് തന്നെ രാജ്യം മേടിക്കുന്നു, അത് അവിടെ കൊണ്ട് തീർന്നു. അതാ പറഞ്ഞു, നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ചില സാമ്യതകൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്. അന്ന് അണ്ണാ ഹസാരെ സമരവും ഈ നമ്മൾ പറഞ്ഞ എഡ്യൂക്കേറ്റഡായ യുവാക്കൾ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുന്നതെല്ലാം 2012 ഡൽഹി കൂട്ടബലാത്സംഗം, അതുമായിട്ട് ബന്ധപ്പെട്ട് മൻമോഹൻ സർക്കാർ തന്നെ വേണ്ട പോലെ ഇടപെട്ടില്ല. കേസ് എന്ന് പറയുന്നത് കൂട്ടിച്ചേർന്നു. മൻമോഹൻ സിംഗിനെ മാത്രമല്ല, ഡൽഹി കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഷീലാ ദീക്ഷിതിന്റെ പതനം കൂടെ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ജനങ്ങളെ പ്രതിരോധിച്ചില്ല, അതായത് ജനങ്ങളെ വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തില്ല എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് ഈ പ്രതിഷേധം മുഴുവൻ ഉണ്ടായത്. അത് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ യുവാക്കൾ സംഘടിക്കുന്നതും അവർക്കെതിരെ ലാത്തി ചാർജ് പോലും നടത്തുന്നു, കണ്ണീർവാതകം പ്രയോഗിക്കുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു. പിന്നീട് പ്രതിഷേധം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കാൻ ഒക്കെ തീരുമാനിക്കുന്നത്. അന്ന് പ്രമുഖ നേതാക്കളാരും വന്നതുമില്ല. കാരണം ഒരു സാധാരണ രാഷ്ട്രീയ പ്രക്ഷോഭം പോലെ ആ ഒരു ചട്ടക്കൂടുകളുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭമായിരുന്നില്ല അത്. അതാണ് തൊട്ടടുത്ത വർഷം 2023 ഡൽഹിയിൽ 15 വർഷം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 15 വർഷം നീണ്ട കോൺഗ്രസ് ഭരണത്തിനെ ചെറുതായിട്ടൊന്നുമല്ല താഴെയിട്ടത്. അന്നത്തെ ഏറ്റവും പുതിയ കക്ഷിയായിരുന്നു അന്നത്തെ ഈ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിക്ക് അന്ന് കിട്ടിയത് 28 സീറ്റാണ്, കോൺഗ്രസ്സിന് വെറും 8 സീറ്റ്. അത്രയും പിന്നീട് ഡൽഹി കോൺഗ്രസ് ഭരണം കണ്ടിട്ടില്ല. കോൺഗ്രസ് ഭരണം കോൺഗ്രസ് തീർന്നു, വട്ടപൂജ്യമാകുന്ന പീരീഡാണ് പിന്നീട് രണ്ടും കണ്ട്. ഒരു ഏകപക്ഷീയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം AAP ജയിക്കുന്നതിലേക്ക് പിന്നെ ഒരു തരംഗം രൂപം. അവിടെ ചുരുങ്ങിയ കാലത്ത് ഈ മൊഹല്ല ക്ലിനിക്കുകൾ, വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം. പക്ഷേ ആ സർക്കാരിൻ്റെ ഒടുവിൽ അവസാനിച്ച എന്താ, മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കുന്നതിൽ അഴിമതി, മദ്യനയ അഴിമതി. ആ മദ്യനയ അഴിമതിയിൽ പോലും കെജ്രിവാളിനെ കുടുക്കിയതാണെന്നാണ് ലാസ്റ്റ് കോടതി കണ്ടെത്തിയത്. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കേസുകൾ എങ്ങനെ
പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെ എടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബോധപൂർവ്വം അവരെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണത്തിന് കരുത്തു പകർന്ന ഒരു ഇതും കൂടിയായിരുന്നു കെജ്രിവാളിനെതിരെയുള്ള കേസ്. ഇപ്പം നമ്മൾ മുമ്പിൽ കാണുന്നത് എന്താ? അന്ന് നമ്മൾ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ കണ്ടെങ്കിൽ ഇന്ത്യയിലെ പരീക്ഷകളുടെ കുത്തഴിഞ്ഞ സംവിധാനം ചോദ്യം ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തണലില്ലാതെ, അല്ലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും അതിൻ്റെ പൾസ് മനസ്സിലാകാതിരുന്നിട്ട് ആരും നിയന്ത്രിക്കാതെ ഒരു സുപ്രഭാതത്തിൽ യുവാക്കളെ പരിഹസിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശം വരുന്നു പാറ്റകളോട്. അതൊരു എന്താ പറയുക, ഒരു പുതിയ മുന്നേറ്റത്തിന് പാറ്റ പെട്ടെന്ന് ഒരു പ്രതീകമായി മാറുകയും പാറ്റകളുടെ കീഴിൽ ഇന്ത്യയിലെ യുവസമൂഹം ജാതി മത വ്യത്യാസങ്ങളെല്ലാം മറന്നു വെച്ച് അണിചേരുന്നതൊക്കെ ചെയ്യുന്ന കാര്യം. അത് ബിപിനത്ത് ശരി ഒന്ന് വിശദമായിട്ട് പറയേണ്ടതാണ്. ശരി, അതന്ന് അഭിജിത് ദീപ് കെ ഡൽഹിയിൽ വന്നിറങ്ങിയ സമയത്ത് പുള്ളി നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അനുമതി എടുക്കേണ്ടതാണ് സമരം നടത്താൻ വേണ്ടിയിട്ട്, പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എയർപോർട്ടിൽ ചെന്ന് അങ്ങോട്ട് അനുമതി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മളന്ന് കണ്ടു. കാരണം ഇങ്ങനൊരു പ്രക്ഷോഭത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് സർക്കാരിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് പോലും അതിൽ നിന്നെല്ലാം കൈവിട്ടു പോയി. ആ തുടക്കത്തിൽ നമ്മൾ നാഷണൽ മീഡിയ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പ്രക്ഷോഭം കൂടി വരും, പലതരത്തിൽ വ്യാപിക്കുകയും ചെയ്ത് കണ്ണീർവാദം പ്രയോഗിക്കുകയും ലാത്തി ചാർജിലേക്ക് വന്നപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് പോയി പാർലമെൻറ്റിൽ അടുത്ത് വരെത്തുകയും ഏതാണ്ട് കൈവിട്ട് പോകുന്നു എന്നൊരവസ്ഥ വന്നപ്പോഴാണ് മോദി സർക്കാരിന് ആ കടുത്ത തീരുമാനം വേണ്ടി വന്നത്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറഞ്ഞത്, അഭിജിത്തിക്ക് അന്ന് തലേന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ രാജി ഞങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് മണിക്കൂറിലെടുത്തില്ല ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വാങ്ങാനായിട്ട്. അതായത് ഒരു പ്രതിഷേധത്തിനോ പ്രക്ഷോഭത്തിന് മുമ്പിൽ മോദി സർക്കാർ മുട്ടുകുത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ദിവസവും സംഭവമായിരുന്നു. അത് പുതിയ കാലത്ത് ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ കുടക്കീഴിലോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിക്കോ ഇക്കാലത്തിനടക്കി ചെയ്യാൻ പറ്റാഞ്ഞ്, അല്ലെങ്കിൽ അവരെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു മുന്നേറ്റമായി പുതിയ യുവത, അതായത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിലെ 12 വർഷത്തിനിടയ്ക്ക് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഹിന്ദുയിസം ഒരു നന്നായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ അറിയും, ആ രീതിയിൽ വോട്ട് മൊബിലൈസ് ചെയ്യുന്നത് കാണുന്നിടത്താണ് ഈ ജാതീയ മതമോ അല്ലെങ്കിൽ വർണ്ണമോ ഒന്നും നോക്കാതെ കുട്ടികൾ തെരുവിലിറങ്ങി നല്ല ഒന്നാന്തരം മീമികളിലൂടെയും എന്താ പറയുക നല്ല കെറോസിലൂടെയും അല്ലെങ്കിൽ ഇമേജസിലൂടെയും ഒക്കെ ചിത്രം വരച്ചും പാട്ടുപാടിയും അവർ പുതിയൊരു രീതിയും പുതിയ ചരിത്രവും അവർ എഴുതുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭരണാധികാരികളെ പേടിപ്പിച്ചു എന്ന് നമുക്ക് അവിടുത്തെ ആ പ്രതിഷേധമെല്ലാം നടന്ന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടും ഈ നീറ്റിൻ്റെയും CBSEയുടെ ഒക്കെ കേട്ടു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിച്ച UGC നെറ്റിൻ്റെ കാര്യത്തിലും ഇതേ വീഴ്ച വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ ക്ഷമയെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. 2014 മുതൽ മുഴുവൻ അവർ നടത്തിയ പരീക്ഷകളിലെ മുഴുവൻ റിസൾട്ടും റദ്ദാക്കിയിട്ട് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിക്കും. ആ രീതിയിൽ സർക്കാരുകളെ പിടിച്ചുലക്ക് മാത്രമല്ല അവരെ തിരുത്താനായിട്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കപ്പുറം ഒരു യുവത്വം അല്ലെ യുവത ആ രീതിയിലേക്ക് വളർന്നു എന്നുള്ളത് ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ എളുപ്പം ഇവരെ ആരെ അവഗണിച്ച് ഏകപക്ഷീയമായ ഒരു തീരുമാനം നമ്മൾ ജെൻസി എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ പൊതുവെ തള്ളിക്കളയുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ്, യുവാക്കളാണ് ഈ പ്രതിഷേധത്തിനെല്ലാം മുന്നിൽ വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ അത് എങ്ങനെയാണ് അത് അവർ പ്രവർത്തിക്കുന്നതെന്നോ എങ്ങനെയാണ് അവരതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഈ പ്രക്ഷോഭത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വാക്യം വെച്ചാൽ നമ്മൾ മോദി സർക്കാരിൻ്റെ ഒരു വരവിന് ശേഷം കാണുന്ന അച്ചാദിൻ എന്നായിരുന്നു ഏറ്റവും വലിയ വാഗ്ദാനം. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു ആത്മനിർഭർ അടക്കം ഓരോ കാലത്തും ബഡ്ജറ്റുകളിലൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ വരികയും നമുക്കറിയാം പല ഒരു പാകിസ്ഥാനെതിരായിട്ടാണെങ്കിലും അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കാൻ പോകുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ആ രീതിയിൽ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ ജൻസി പ്രക്ഷോഭ കാലത്ത് കണ്ട ഏറ്റവും കൗതുകരമായ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുരേ ദിൻ വാപ്പസ് ദോ എന്നാണ്. അതായത് അച്ഛാദിൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു ഭരണകൂടത്തിന് മുമ്പേ ആ പഴയകാലം ഞങ്ങൾക്ക് തിരിച്ചു തരൂ, അല്ലെ ആ മോശം കാലം തിരിച്ചു തരൂ എന്ന് ഒരു പോസ്റ്ററുമായിട്ട് ഈ യുവസമൂഹം നിൽക്കുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അവരാഗ്രഹിച്ച ഒരു അച്ഛാദിനല്ല അവിടെ നടന്നതെന്ന് അവർ ഇന്ത്യയോട് മൊത്തം വിളിച്ചു പറയുന്ന രീതിയിലാണ്. അപ്പം നമ്മൾ ഈ ബുരേ ദിൻ അല്ലെ ബുരാ ദിൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ മോദി സർക്കാരിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അതാണ് നമ്മളിപ്പം വീണ്ടും അത് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് തന്നെ. ഈ മൻമോഹൻ സിംഗിനെ നമ്മളിപ്പോൾ ഈ കാലത്തിന് ശേഷം അദ്ദേഹം 2024 മരിച്ച് 2026 ഏറ്റവും ഒടുവിൽ കൽക്കരി കുംഭകോണ കേസിലും
കോടതിയുടെ ക്ലീൻ ചിറ്റ് കിട്ടി. ഒരു കറപ്റ്റഡ് ആയിരുന്നില്ല എന്നും അദ്ദേഹം അരുതാത്തതായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു, പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഉത്തരവാദിത്വം മാത്രമേ നിർവഹിച്ചുള്ളൂ എന്ന് കോടതി ഫൈനലായൊരു തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോൾ ഒരു വശത്ത് ബോഫോഴ്സ് കേസ് നീണ്ടകാലം രാജീവ് ഗാന്ധിയെ വേട്ടയാടിയ അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ പതനത്തിന് കാരണമായ ആ കേസിനും ഒരു ഫൈനൽ തീർപ്പുണ്ടായപ്പോഴും അതിലും ഇവർക്ക് ആർക്കും പങ്കുണ്ടായെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. തെളിവുകൾ ആത്യന്തികമായിട്ട് ഏറ്റവും പ്രധാനമാണല്ലോ. ഒരു ആരോപണം ആർക്കും ഉന്നയിക്കാം, തെളിവില്ല എന്ന് പറയുന്നു. ഇപ്പോഴും ഈ കേസും ഫൈനലായി തീർപ്പാകുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വളരെ മിതഭാഷിയായിട്ട് പ്രവൃത്തിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പ്യൂർലി ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു മൻമോഹൻ സിംഗ്. അപ്പം മൻമോഹൻ സിംഗ് സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലോകം കാതോർക്കുമെന്ന് പണ്ട് ഒബാമ പറഞ്ഞ ഓർമ്മയുണ്ടാവും, G20 ഉച്ചകോടി കാലത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ആ 2 റിസഷൻ കാലത്താണെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ അഡ്വൈസ് തേടുന്ന പല രാഷ്ട്ര നേതാക്കളുടെയും അല്ലെങ്കിൽ അവർ ഉപദേശം തേടിയതായിട്ട് നമ്മൾ പിന്നീട് വായിച്ചിട്ടുണ്ട്. ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പോലും മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നേടുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാനായി പോകുന്ന കാഴ്ച വരെ നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു മൗനി ബാബ അല്ലെങ്കിൽ ഒരു വീക്ക് പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നും ഞാൻ എന്നെ ഒരിക്കലും അങ്ങനെ വിലയിരുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും അതൊരു പരിഹാസത്തോടെയും ചിരിയോടെയുമായിരുന്നു എല്ലാവരും കണ്ടത്. പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക, ആ രീതിയിൽ ലോകം കേൾക്കാൻ കാത്തിരുന്ന ആ വാക്കുകളുടെ ഉടമ അല്ലെങ്കിൽ ഇന്ത്യയെ എല്ലാ രീതിയിലും ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെടുത്തൊരു മൻമോഹൻ എക്കണോമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, മൻമോഹനോമിക്സ്. അപ്പം ശരിക്കും എല്ലാ അർത്ഥത്തിലും കാലം ശരിക്കും മൻമോഹന് വേണ്ടി സംസാരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ വിലയിരുത്താം. അദ്ദേഹം പറഞ്ഞു തന്നെ അങ്ങനെയാണ്, എന്നെ അങ്ങനെ ആവില്ല ചരിത്രം വിലയിരുത്തുക, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു വീക്ക് പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല എന്ന് കാലം നിങ്ങൾക്ക് മറുപടി നൽകും എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. ഒരിക്കൽ പോലും പത്രപ്രവർത്തകരോട് ശോഭിക്കുകയോ എന്താ പറയുക ആക്രോശിക്കുകയോ ഒന്നും ചെയ്യാതെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യമാത്ര പ്രസിദ്ധമായി മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. പിന്നീട് നമുക്ക് വാർത്താ സമ്മേളനങ്ങൾ പോലും നമുക്ക് ഇല്ലാതായി എന്നറിയാം. ഒരു മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അല്ലേ ഒരു മാപ്പ് മൻമോഹൻ സിംഗ് അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.